ഒരു പകൽ മുഴുവൻ അയോധ്യയിലെ തിരക്കുകളിലൂടെ ഞാൻ നടന്നു. കൂടെ വന്ന മെമ്പേഴ്സൊക്കെ പല ക്ഷേത്രങ്ങൾ ഓരോരോ ഭാഗങ്ങളിലേക്കൊക്കെ ആയിട്ട് അവർ പോയി. വൈകുന്നേരം താമസിക്കുന്ന മുറി എവിടെയാണെന്ന് അവർക്ക് അറിയാവുന്നവരോട് എത്തും. അവരൊക്കെ സംഘമായിട്ട് ഇങ്ങനെ കാണാൻ പോകുമ്പോൾ ഈ തിരക്ക് സത്യത്തിൽ എന്നെ അങ്ങനെ ബാധിച്ചില്ല. കാരണം മനസ്സിനകത്ത് രാമൻ മാത്രം ആയിരുന്നു. മഹത്തായുള്ളൊരു ഗ്രന്ഥം രാമായണം. എത്ര കാലം പഠിച്ചിരുന്നാലും നമുക്കതിന്റെ ആഴം കണ്ടെത്താൻ കഴിയാത്ത വിധം വിശാലമായിട്ടുള്ള രാമായണ കഥ. കൊച്ചു കൊച്ചു ക്ഷേത്രങ്ങള് ധാരാളം. ഹനുമാൻ, രാമൻ ഉണ്ടെങ്കിൽ ഹനുമാൻ ഉണ്ടല്ലോ. ഹനുമാന്റെ ക്ഷേത്രത്തിലേക്ക് ഒന്ന് പോയാൽ കൊള്ളാമെന്ന് തോന്നിയെങ്കിലും ആ ഭാഗത്തേക്ക് വരെ ചെല്ലാൻ പറ്റില്ല, തിരക്കായി. കാരണം അന്നത്തെ ദിവസം ഹനുമാൻ ജയന്തിയും ആയിരുന്നു. വെളുത്ത വാവ് ദിവസം. വെളുത്ത വാവും ഹനുമാനുമായിട്ട് ബന്ധം ഉണ്ട്. ആ തിരക്ക് പോയിട്ട് ചുറ്റി വരാൻ നടപ്പുള്ള കാര്യമല്ല. പക്ഷെ എനിക്ക് അങ്ങനെ നേരെ പോയിട്ട് തിരക്കിലേക്ക് പോകണമെന്നും ആഗ്രഹം ഇല്ല. ഹനുമാൻ വലിയ ഒരു പ്രതീകമാണ്. ഹനുമാൻ ഒന്നും ചെയ്തിട്ടില്ല സത്യത്തിൽ. രാമായണത്തിൽ ഒരാളും വിമർശിക്കാത്ത ഒരു കഥാപാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാ കഥാപാത്രങ്ങൾക്കും വിമർശനമുണ്ട്. രാമന്, സീതയ്ക്ക്, ലക്ഷ്മണന്. ഹനുമാനെ പറ്റി ആരും വിമർശനമില്ല. എന്റെ സമയം ഹനുമാൻ ഒന്നും ചെയ്തിട്ടില്ല. ആ ഹനുമാന്റെ മാനസികാവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഹനുമാൻ ഒന്നും ചെയ്തിട്ടില്ല. എല്ലാം രാമന് വേണ്ടി, എല്ലാം സമൂഹത്തിന് വേണ്ടി എന്ന് പറയുന്ന ജീവിതങ്ങളെ കുറിച്ചൊന്ന് ആലോചിക്കും. അവരാരാ വിമർശിക്കുക? ആ രാമനെ കുറിച്ച് ആലോചിച്ച് അയോധ്യയിൽ ആ രാത്രി കഴിഞ്ഞു. പിറ്റേ ദിവസം ഒരു ഏകദേശം 8:30 മണിക്കാ തോന്നുന്നുണ്ട്, വന്ദേ ഭാരതിൽ പ്രയാഗ് രാജിലേക്കാണ് അടുത്ത യാത്ര. പ്രയാഗ് രാജിന്റെ ആദ്യത്തെ പേര് അലഹബാദ് എന്നായിരുന്നു. ആ കാലത്ത് ഞാൻ പോയിട്ടുണ്ട്, എഴുതിയിട്ടുണ്ട്. വളരെ പ്രിയപ്പെട്ട ഒരു സ്ഥലമാണ്. വന്ദേ ഭാരതിൽ അധികവും ടൂറിസ്റ്റുകളാണ്. അയോധ്യ റെയിൽവേ സ്റ്റേഷനില് കേറിയ ഉടനെ വളരെ വലിയൊരു ശില്പം വെച്ചിട്ടുണ്ട്. നല്ല ഹൈറ്റാണ്. അതിന്റെ ചുറ്റും കണ്ണാടി ചില്ലൊക്കെ വഹിച്ച് ധാരാളം സ്പേസ് ഉൾക്കൊണ്ടുകൊണ്ടാണ് ആ ശില്പം പ്രത്യേക രീതിയിൽ നിർമ്മിക്കപ്പെട്ടതാണ്. ആധുനികരായുള്ള ശില്പികൾ ഉണ്ടാക്കിയതാവും. ആ ശില്പത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ച് പറയാൻ ഞാനൊരു ശില്പി അല്ലാത്തതുകൊണ്ട് കഴിയില്ല. ആദ്യം മകളെ നോക്കിയപ്പോ ഇത് ഹനുമാനാണെന്ന് വിചാരിച്ചു. അയോധ്യയാണല്ലോ. പിന്നെ അടുത്ത് ചെന്നപ്പോഴാണ് മനസ്സിലാവുന്നത് അണ്ണാൻ, ഒരു അണ്ണാക്കണ്ണനാണ് ആ ശില്പം. അയോധ്യയിൽ വരുന്ന ലക്ഷക്കണക്കിന് പേര്, അതിൽ എത്ര പേര് ഇത് തിരിച്ചറിയുമെന്ന് അറിഞ്ഞൂടാ. ഞാൻ ആ ശില്പത്തിനെ നോക്കിയിരുന്നു. പിന്നീട് വന്ദേ ഭാരതിൽ കയറിയിട്ട് പ്രയാഗരാജ് പോകുമ്പോ തന്നെ എന്റെ മനസ്സിൽ ഈ അണ്ണാൻ ആയിരുന്നു. മനസ്സിലേക്ക് ഒന്ന് കൂടിയാൽ അതേക്കുറിച്ച് തന്നെ ചിന്തിക്കുന്ന സ്വഭാവക്കാരനാണ് ഞാൻ.
വളരെ പെട്ടെന്ന് മെരുങ്ങുന്ന ജീവിയാണ് അണ്ണാൻ മനുഷ്യനായിട്ട്. ഞാൻ പഠിക്കുന്ന കാലത്ത് ചില കുട്ടികളെ അണ്ണാനെ ഇവിടെ എവിടെയെങ്കിലും വെക്കും, പോക്കറ്റിലൊക്കെ വെക്കും, അവിടെ ഇരുന്നോളും. പിന്നെയാണ് മനസ്സിലാക്കിയത് അണ്ണാനെ വെള്ളത്തിലിട്ടതിന് ശേഷം കൈ കാണിച്ചാൽ നമ്മുടെ കൈ കയറും. അപ്പൊ നമ്മുടെ കയ്യിന്റെ ഗന്ധം സുരക്ഷയാണെന്ന് അണ്ണാന് മനസ്സിലായി. പിന്നെ നമ്മളെ വിട്ടുപോയില്ല. അതിനാണ് വെള്ളത്തിൽ കിട്ട ശേഷം കൈ കാണിച്ച് കയ്യിലേക്ക് കയറ്റുന്നത്. അണ്ണാനെ മരിക്കുന്നത് അങ്ങനെയാണ്. ഈ അണ്ണാൻ രാമനെ സഹായിച്ചു സേതുബന്ധനത്തിന്റെ സമയത്ത്. എല്ലാവരും രാമനെ കുറിച്ച് ചിന്തിച്ചു. ശിലകള് സമുദ്രത്തിലിട്ടു. അണക്കെട്ട് എന്ന് പറഞ്ഞാൽ വെള്ളം കെട്ടി നിൽക്കുക എന്ന് മാത്രമല്ല, ഒരെണ്ണത്തിനെ രണ്ടായി ഭാഗിച്ച് നിൽക്കുന്ന അതിരാണ് സേതു. സേതു എന്ന് പറഞ്ഞാൽ ഒരു അതിര് ആണ്. ആ അതിര് കൃത്യമായിട്ട് അവിടെ നിൽക്കണം. ആ കൃത്യമായി നിൽക്കാൻ രാമനെ നാം പ്രാർത്ഥിക്കണം. തന്നെ കൊണ്ട് കഴിയുന്നത് പ്രകൃതിയിലേക്ക് അങ്ങോട്ട് കൊടുക്കണം. അണ്ണാർക്കണ്ണൻ ചെയ്തതാണ്. നമ്മളെ കൊണ്ട് കഴിയുന്നത് അങ്ങോട്ട് കൊടുക്കണം. ജാഗ്രതയും സ്വപ്നവും തമ്മിൽ എത്രണ്ട് വ്യത്യാസമുണ്ട്. ചെറിയ ഒരു വ്യത്യാസമുള്ളൂ. ഒരു സേതു. സ്വപ്നവും സുഷുപ്തിയും തമ്മിൽ എത്ര വ്യത്യാസമുണ്ട്? ഒരു നേർരേഖയുടെ വ്യത്യാസമേ ഉള്ളൂ. ഇതാണ് സേതു. മറവി രോഗം മുതൽക്ക് പല കാര്യങ്ങളാലും നമ്മൾ ബുദ്ധിമുട്ടുന്നുണ്ട്. അതിനിടയ്ക്കുള്ള ആ സേതു വികാരത്തെയും വിചാരത്തെയും നിയന്ത്രിക്കുന്ന ആ മെക്കാനിസം, സംവിധാനം, അതാണ് രാമൻ കെട്ടിയത്. അല്ലാതെ പാലം കെട്ടുക എന്നുള്ള അർത്ഥമല്ല ഇതിൽ കാര്യം. വലിയ അർത്ഥമാണ് സേതുബന്ധനത്തിൽ ഉള്ളത്. ഈ അണ്ണാകണ്ണൻ വെള്ളത്തിൽ മുങ്ങും, മണലിൽ കിടന്നിട്ട് ഉരുളും. അത് കഴിഞ്ഞിട്ട് അതിന്റെ മുകളിൽ എത്തുമ്പോൾ അതിന്റെ ശരീരത്തിൽ പറ്റി പിടിച്ച മണല് ഈ സേതുവില് എത്തുമ്പോൾ രാമന് വളരെ ഇഷ്ടമായി എന്നും അതിനെ കയ്യിലെടുത്ത് തലോടിയെന്നും അണ്ണാകണ്ണന്റെ ശരീരത്തിലുള്ള ആ രേഖകൾ രാമന്റെ സ്പർശം കൊണ്ട് ഉണ്ടായതാണ് എന്ന് പറയുമ്പോൾ നമുക്ക് രാമന്റെ സ്പർശം കിട്ടണം. പഞ്ചഭൂതങ്ങളിൽ നാം എന്ത് ഇങ്ങോട്ട് എടുത്താലും നമ്മുടെ ഭാഗത്ത് ഒരു ഉപേക്ഷ വേണം. ആഹാരം കഴിക്കുമ്പോൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ അതിന്റെ ചെറിയൊരു ഭാഗം അഗ്നിയാണല്ലോ പ്രിപ്പയർ ചെയ്ത് തന്നത്. ചെറിയൊരു ഭാഗം അഗ്നിയിലേക്ക് കൊടുക്കുന്നത് ഇന്ത്യയിൽ പലയിടത്തിലും കാണാം. എന്തുണ്ടാക്കിയാലും കുറച്ച് അഗ്നിക്ക് കൊടുക്കും. കിണറ്റിൽ നിന്ന് വെള്ളമെടുത്താൽ ആ ബക്കറ്റിൽ വെള്ളമൊക്കെ കോരിക്കഴിഞ്ഞാൽ അവസാനം എടുത്ത വെള്ളത്തിൽ നിന്ന് കുറച്ച് വെള്ളം കിണറ്റിലേക്ക് തന്നെ ഒഴിക്കുന്ന ശീലം ഉണ്ട്. ആ പ്രയാഗരാജിലേക്ക് പോകുമ്പോൾ ഈ അണ്ണാർക്കണ്ണൻ എന്റെ മനസ്സിൽ സ്വാധീനിക്കുന്നു. കുടുംബക്കാരൊക്കെ അവിടെ ഇവിടെയൊക്കെ ഇരിക്കുന്നുണ്ട്. പ്രയാഗരാജില് ചെന്നിറങ്ങുമ്പോൾ പണ്ടത്തേനേക്കാൾ വളരെ മാറ്റങ്ങൾ വന്നു. ഗംഗ, യമുന, സരസ്വതി 3 നദികൾ ഒരുമിച്ച് ചേരുന്ന സ്ഥലമാണ് പ്രയാഗരാജ്. അതാണ് ത്രിവേണി സംഗമം. ആ ത്രിവേണി സംഗമം നമ്മളിൽ നടക്കുന്നുണ്ട്. നമ്മുടെ അകത്തുള്ളതൊക്കെ പുറത്തുണ്ട്, പുറത്തുള്ളതൊക്കെ അകത്തുമുണ്ട്. ഗംഗ, യമുന, സരസ്വതി
സരസ്വതി നദി അടിയിലാണ്, നമുക്ക് കാണാനായിട്ട് കഴിയില്ല. ഗംഗയും യമുനും കൂടി ചേരുമ്പോൾ 2 കളറാണ് നമുക്ക് കാണാം. ഇത്തവണ അവിടേക്ക് തോണിയിൽ പോയില്ല. ഇതിനു മുമ്പ് ഞാൻ പോയിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. പ്രത്യേക ബോട്ട് സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ പോയാൽ 2 നദിയും കൂടി ചേരുന്നിടത്തിൽ ത്രിവേണി സംഗമം എന്ന് പറഞ്ഞാൽ നമ്മുടെ സുഷുമ്ന എന്ന നദി, പിങ്കള എന്നുള്ള 2 നദി, സുഷുമ്ന എന്ന നദി, അത് ചേരുന്ന ആജ്ഞാചക്രം. അപ്പൊ അവിടെ പോയിട്ട് സ്നാനം ചെയ്യുമ്പോൾ ശരീരത്തിന്റെ അതേ ഭൂമിശാസ്ത്രമാണ് പുറത്ത്. അവിടെ ചെല്ലുമ്പോൾ നമുക്കിത് കാണാനും മനസ്സിലാക്കാനും കഴിയും. അവിടത്തെ മണലിലൂടെ ചെരുപ്പിടാതെ കുറെ നടന്നു. അവസാനം വിശന്നിട്ട് ഒരു ഹോട്ടലിൽ ചെന്നിട്ട് 3 മണിക്കൂർ അവിടെ ഇരിക്കേണ്ടി വന്നു. വിചാരിച്ച പോലെ ചായ കിട്ടിയില്ല. 4-ാം നിലയിലാണ്. ആ 4-ാം നിലയിൽ പോയിട്ട് അവിടെ ഇരുന്ന് അവിടുന്ന് എന്തോ കിട്ടിയ ആഹാരം കഴിച്ചു. രാത്രി തന്നെ അടുത്ത യാത്ര കാശിയിലേക്ക് ആണ്. ഇതുവരെ കാണുകയും എഴുതുകയും ചെയ്ത കാശി എന്നുള്ള മാറ്റം എന്തൊക്കെയാണെന്ന് ഞാൻ പ്രതീക്ഷിച്ചുകൊണ്ട് വാഹനത്തിലിരിക്കുകയാണ്. തുടരാം. നമസ്കാരം.